സമസ്തയിലെ ലീഗ് വിരുദ്ധർ മുഷാവറ യോഗത്തിന് എത്തിയത് രഹസ്യ യോഗം ചേർന്നതിന് ശേഷമെന്ന് ആരോപണം. ഉമർ ഫൈസി മുക്കത്തിന്റെ നേതൃത്വത്തിൽ 12 പേർ യോഗം ചേർന്നെന്നും സമസ്തയിലെ ലീഗ് അനുകൂലികൾക്കെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകളെപ്പറ്റി ചർച്ച ചെയ്തെന്നുമാണ് ആരോപണം. ഈ മാസം 6-ാം തീയതി കോഴിക്കോട് നടന്ന മുഷാവറ യോഗത്തിന് മുന്നോടിയായാണ് യോഗം ചേർന്നത്. സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം രഹസ്യയോഗം ചേർന്നെന്നാണ് ലീഗ് അനുകൂല വിഭാഗത്തിന്റെ ആരോപണം. ഉമർ ഫൈസി മുക്കത്തിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിത സംഘം ഇടിയങ്കര ഷൈഖ് ഷാദുലി പള്ളിയിലാണ് രഹസ്യയോഗം ചേർന്നത്. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചായിരുന്നു ചർച്ച. രാവിലെ 8:30 ചേർന്ന രഹസ്യയോഗം 9:30 അവസാനിച്ചു. സമസ്തയിൽ പ്രശ്നങ്ങളില്ലെന്നും വിഭാഗീയത പരിഹരിച്ചു എന്നും സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവകാശപ്പെടുമ്പോഴാണ് ഒരു വിഭാഗം രഹസ്യയോഗം ചേർന്നത്. യോഗത്തിന് ശേഷമാണ് ഉമർ ഫൈസിയും മറ്റു 12 പേരും മുഷാവറ യോഗത്തിനെത്തിയത്. ലീഗ് വിരുദ്ധരും അനുകൂല വിഭാഗവും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഭിന്നതകൾ മൂർച്ഛിച്ചപ്പോൾ ലീഗ് അനുകൂല വിഭാഗം പരസ്യമായി യോഗം ചേരുകയും സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടന രൂപീകരിക്കുകയും ചെയ്തിരുന്നു. നേതാക്കൾക്കിടയിൽ ഭിന്നത മറനീക്കിയതോടെ പ്രശ്നപരിഹാരത്തിന് സമസ്ത 5 അംഗ സമിതിയും ഉണ്ടാക്കി. സാദിഖ് അലി തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവരായിരുന്നു സമിതിയിൽ. ഇവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിനു ശേഷമാണ് രഹസ്യയോഗം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നത്. ജനം, കോഴിക്കോട്.